അസൂസ്പെർമിക്ക് ചികിത്സയുണ്ടോ? അതായത് നമ്മൾ കൗണ്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു കൗണ്ടും ഇല്ല, 0 കൗണ്ടായിട്ട് വരുന്ന പേഷ്യൻസ് ഡോണർ തന്നെ ഉപയോഗിക്കണോ, വേറെ വ്യക്തിയുടെ ബീജം ഉപയോഗിക്കേണ്ട അവസ്ഥയാണോ, അതോ അതിന് ചികിത്സയുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ചികിത്സയുണ്ട്. എന്ത് അസൂസ്പെർമിയാണെന്നറിയണം. അത് നോൺ ഒബ്സ്ട്രക്റ്റീവ് അസൂസ്പെർമിയാണോ ഒബ്സ്ട്രക്റ്റീവ് അസൂസ്പെർമിയാണോ എന്നറിയണം. അതായത് ഒരു തടസ്സം മൂലം ഉണ്ടാകുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ തന്നെ ബീജം കിട്ടാം. അത് വെച്ച് നമുക്ക് IVF ചെയ്യാം, മിക്സി ചെയ്യാൻ കുട്ടികളുണ്ടാവാം. ഈവൻ നോൺ ഒബ്സ്ട്രക്റ്റീവ് അസൂസ്പെർമിയ ആണെങ്കിൽ കൂടെ നമുക്കിപ്പം ചികിത്സാ രീതികളുണ്ട്. മൈക്രോടെസ തുടങ്ങിയുള്ള ചികിത്സാ രീതികൾ അതിന് ഉതകുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബീജം 0 ആണ്, ഇനി ഞാൻ എന്ത് ചെയ്യും ഡോക്ടറെ, കാത്തിരിക്കുക. അതിൻ്റെ ഏറ്റവും വലിയ മണ്ടത്തരം കാത്തിരിക്കുന്നതാണ്. 5-6 വർഷം കാത്തിരുന്ന് ആ സ്ത്രീയുടെ അണ്ടങ്ങൾ തീരാറാവുമ്പോഴേക്കും വരുന്നത് മൈക്രോടെസയ്ക്കും തുടങ്ങിയുള്ള ചികിത്സയ്ക്ക് വരുന്നത്. അപ്പം അനാവശ്യമായിട്ട് കാത്തിരിക്കാതിരിക്കുക. എത്രയും പെട്ടെന്ന് ഒരു കറക്റ്റ് ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ കണ്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് അസൂസ്പെർമിയ ഉള്ള പേഷ്യൻസ് ചെയ്യേണ്ടത്. ഇത് ഉറപ്പായിട്ടും ചെയ്യണം. കാരണം അത്രയും ഫലം കണ്ടുവരുന്ന ചികിത്സാ രീതികൾ ഇപ്പോൾ ഉണ്ട്.